ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് 8253 ഇൻ്റർഫേസിംഗ് ആണ്. അത് പ്രോഗ്രാമബിൾ ഇൻ്റർവൽ ടൈമർ എന്നാണ് അറിയുന്നത്. 2 വെർഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്, 8253 ആൻഡ് 8254. നമ്മുടെ സിലബസിൽ കവർ ചെയ്യാനുള്ളത് 8253 ആണ്. ഫസ്റ്റ് നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഫങ്ഷൻസ് ലൈക്ക് സോഫ്റ്റ്വെയർ ഡിസൈൻ കൗണ്ടേഴ്സ് ആൻഡ് ടൈമേഴ്സ്. അപ്പോൾ കൗണ്ടേഴ്സ് ആൻഡ് ടൈമേഴ്സ് ഒരു ചെറിയ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. ടൈമേഴ്സ് എന്ന് പറയുന്നത് it uses the frequency of internal clock and generates delay. Counter എന്ന് പറയുന്നത് it uses the external signal to count pulses. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് it is used to generate accurate time delays. Then it includes 3 different identical 16-bit counters. 3 counters വരുന്നുണ്ട്, അത് 16-bit wide ആണ്. Then it can operate in 6 different modes. അപ്പോൾ ഈ പറയുന്ന 3 കൗണ്ടേഴ്സും 6 ഡിഫറെൻറ്റ് മോഡ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് മോഡ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദെൻ ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് വിത്ത് DC to 2 MHz ഫ്രീക്വൻസി. ഇനി അതിൻ്റെ വർക്കിംഗ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അവിടെ 3 കൗണ്ടേഴ്സാണ് വരുന്നത്, കൗണ്ടർ 0, കൗണ്ടർ 1 ആൻഡ് കൗണ്ടർ 2. ഇത് 16-bit കൗണ്ടേഴ്സാണ്. അപ്പോൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ദ മൈക്രോപ്രോസസർ ക്യാൻ ലോഡ് സം ഇനിഷ്യൽ വാല്യൂ, 16-bit ഇനിഷ്യൽ വാല്യൂ കൗണ്ടേഴ്സിൻ്റെ രജിസ്റ്ററിലോട്ട് പാസ് ചെയ്യും. രജിസ്റ്ററിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ കമാൻഡ് ഇറ്റ് ബിഗിൻസ് ടു ഡിക്രിമെൻറ്റ് 1 by 1 ബേസ്ഡ് ഓൺ ദ ഇൻറ്റേർണൽ ക്ലോക്ക് അണ്ടിൽ ഇറ്റ് റീച്ചസ് 0000. 0 ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ജനറേറ്റ്സ് എ പൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻറ്ററപ്റ്റ് ദ മൈക്രോപ്രോസസർ. അപ്പോൾ 0 ആയെന്ന് അറിയിക്കാൻ വേണ്ടി, മൈക്രോപ്രോസസറിനെ അറിയിക്കാൻ വേണ്ടി ഔട്ട്പുട്ട് പിന്നിൽ ഒരു പൾസ് ജനറേറ്റ് ചെയ്യും. അത് ഇൻറ്ററപ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ the counter can work in binary or BCD mode based on the commands. Then control signals നോക്കാം. 5 control signals ആണ് അവിടെ വരുന്നത്. RD bar, WR bar, chip select, A0 and A1. Then counter selection is done using A0 and A1 pins. അതെങ്ങനെയെന്ന് നോക്കാം. ആ ടേബിൾ നോക്കുക. A1 A0 00 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ 0 ആണ് സെലക്ട് ചെയ്യുന്നത്. 01 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ 1 വിൽ ബി സെലക്റ്റഡ്. 10 ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ 2 വിൽ ബി സെലക്റ്റഡ്. 11 ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് കൺട്രോൾ രജിസ്റ്റർ? ത്രൂ ദ കൺട്രോൾ രജിസ്റ്റർ വി ക്യാൻ സെലക്ട് ദ വർക്കിംഗ് മോഡ്സ് ഓഫ് 8253. ഏത് കൗണ്ടർ ഏത് മോഡിൽ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കൺട്രോൾ രജിസ്റ്ററിൽ പാസ് ചെയ്യുന്ന കൺട്രോൾ വേർഡിനനുസരിച്ചാണ്. A1 A0 11 ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ വിൽ ബി സെലക്റ്റഡ്. നെക്സ്റ്റ് ആ ഒരു ബ്ലോക്ക് ഡയഗ്രം കൂടി നോക്കുക. ദർ ആർ 5 കൺട്രോൾ സിഗ്നൽസ്, RD ബാർ, WR ബാർ, A0, A1 ആൻഡ് ചിപ്പ് സെലക്ട്. ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു എനേബിൾ ദ ചിപ്പ്. അതൊരു ആക്റ്റീവ് ലോ പിന്നാണ്. ദെൻ RD ബാർ ഇറ്റ് ഈസ് യൂസ് ടു റീഡ് ദ സ്റ്റേറ്റസ് ഓഫ് IC. ദെൻ WR ബാർ ഇറ്റ് ഈസ് യൂസ് ടു റൈറ്റ് സർട്ടൻ കമാൻഡ്സ്. ആൻഡ് A0, A1 നമ്മൾ ഓൾറെഡി പറഞ്ഞു കൗണ്ടേഴ്സ് സെലക്ട് ചെയ്യാനാണ്. അതേപോലെ അത് 11 ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ ആണ് സെലക്ട് ചെയ്യുക. ദെൻ കൗണ്ടറിലോട്ടുള്ള ഇനിഷ്യൽ വാല്യൂ ലോഡ് ചെയ്യുന്നത് ത്രൂ ഡേറ്റ പിൻസ് D0 to D7. അപ്പോൾ 8253യുടെ D0 to D7 പിൻസ് മൈക്രോപ്രോസസറിൻ്റെ ഡേറ്റാ ബസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ദെൻ ഈ ഒരു ഡേറ്റാ ബസ്സിലൂടെയാണ് സ്റ്റേറ്റസും കൺട്രോൾ വേർഡും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ ആഫ്റ്റർ ലോഡിംഗ് ദ ഇനിഷ്യൽ വാല്യൂ counter can be asked to decrement based on the inputs on clock and gate. 3 കൗണ്ടേഴ്സ് വരുന്നുണ്ട്. 3 കൗണ്ടേഴ്സിനും 2 ഇൻപുട്ട് പിൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് ക്ലോക്ക് ആൻഡ് ഗേറ്റ്. അപ്പോൾ ഗേറ്റിൻ്റെ സ്റ്റേറ്റസ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കമാൻഡ് അനുസരിച്ചാണ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ ഇറ്റ് റീച്ചസ് 0000 ഔട്ട്പുട്ട് പൾസ് വിൽ ഗെറ്റ് ഫ്രം ദ ഔട്ട്പുട്ട് പിൻ. അത് ഇൻറ്ററപ്റ്റ് ആയിട്ട് എടുക്കാം, അതൊരു ഔട്ട്പുട്ട് പിന്നാണ്. ദെൻ കൺട്രോൾ രജിസ്റ്റർ സ്ട്രക്ചർ നോക്കാം. അതൊരു 8-bit രജിസ്റ്ററാണ്. ഫസ്റ്റ് ബിറ്റ് D0 ബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ സെലക്ടിങ് ബൈനറി കൗണ്ടർ ഓർ BCD കൗണ്ടർ. 0 ആണെന്നുണ്ടെങ്കിൽ ബൈനറി കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. 1 ആണെന്നുണ്ടെങ്കിൽ BCD കൗണ്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ബിറ്റ്സ് D1, D2, D3 യൂസ്ഡ് ഫോർ മോഡ് സെലക്ഷൻ. 6 ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്, മോഡ് 0 to മോഡ് 5. നെക്സ്റ്റ് ബിറ്റ്സ് D4 and D5. It is read selection, that is how to read LSB and MSB of counter value. Then D6 and D7 bits,
ഇറ്റ് ഈസ് യൂസ് ഫോർ സെലക്ടിങ് ദ കൗണ്ടർ. സെലക്ടിങ് ദ കൗണ്ടർ എന്ന് പറയുന്നത് ഏത് കൗണ്ടറിലോട്ടാണ് ഈ ഒരു കമാൻഡ് സെൻഡ് ചെയ്യാനുള്ളത്, ആ ഒരു കമാൻഡിനനുസരിച്ച് ആ പർട്ടിക്കുലർ കൗണ്ടർ വർക്ക് ചെയ്യും. നെക്സ്റ്റ് അതിൻ്റെ പിൻ ഡീറ്റെയിൽസും ഓൾറെഡി എല്ലാ പിൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ മൈക്രോ പ്രോസസ്സറുമായിട്ട് ഇൻ്റർഫേസിങ് എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം.